ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ള രസം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം മതിയാകും. അത് ചെത്തി നന്നായി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് നമുക്ക് വേവിക്കാനായിട്ട് ഇടാം. ഇതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചതയ്ക്കാനുള്ളതൊക്കെ ചതച്ചെടുക്കാം. കുരുമുളക്, ജീരകം, എരിവിന് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളിയും ഒരു തക്കാളിൻ്റെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിയിലയും കൂടെ ഇതിലേക്കിട്ട് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. ഈ ഒരളവിൽ ചതച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെക്കാം. ഇനി അടുപ്പിലേക്ക് പാത്രം വെച്ച് ചൂടാക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആ പുളി മുഴുവനായും ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ആ അരച്ചെടുത്തതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. അതിനോടൊപ്പം തന്നെ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.